അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു 2-3 ദിവസം എവിടെയെങ്കിലും ഒന്ന് കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് Airbnb വഴി ഞങ്ങൾക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഒരു അടിപൊളി ഫാം ഹൗസ് കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അതങ്ങ് ബുക്ക് ചെയ്തു. ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോയത് ഞങ്ങൾ പീക്ക് ഡിസ്ട്രിക്ട് വഴിയായിരുന്നു. അപ്പോൾ പീക്ക് ഡിസ്ട്രിക്ട് കൂടെ കണ്ടിട്ട് പോകാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡോവ്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഞങ്ങൾ ആദ്യം എല്ലാവരും കൂടെ ഒന്നിച്ചത്. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ ഡോവ്ഡെയിലിൻ്റെ കാർ പാർക്കിൽ ഞങ്ങൾ വണ്ടിയെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ നല്ല റോഡുണ്ടായിരുന്നു. അതൊഴിവാക്കി പാലം കടന്ന് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകണം എന്നുള്ളത് എൻ്റെ ഒരാളുടെ ആവേശമായിരുന്നു. അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം. അത് ലോക മണ്ടത്തരമാണ്, ട്രൈ ചെയ്യരുത്. സ്പെഷ്യലി പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പം തെന്നി വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇത്രയ്ക്ക് വഴി കിടക്കുന്ന വഴിയാണ് ഇപ്പുറത്തെ സൈഡ് എന്നുള്ളത് എനിക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോവ്ഡെയിലിലെ ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺ കാണാൻ വേണ്ടിയാണ് നടന്നത്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ വഴിയാണ് ഈ കാണുന്നത്. പല സ്ഥലത്തും എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനും കുറേ സ്ഥലത്ത് തെന്നിപ്പോയായിരുന്നു. പക്ഷേ മര്യാദയ്ക്കുള്ളൊരു റോഡ് അപ്പുറത്തെ സൈഡിൽ കൂടെ കിടപ്പുണ്ട് കേട്ടോ, അതും ഇതിൻ്റെ കൂടെ തന്നെ പറയണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് ഞങ്ങൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സംഭവം ഡോവ്ഡെയിലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ഡോവ്ഡെയിൽ എന്ന് പറയുന്നത് അത്യാവശ്യം ഇഷ്ടം പോലെ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഡോവ്ഡെയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്നത് നാഷണൽ ട്രസ്റ്റാണ്. അപ്പോൾ നാഷണൽ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സിന് അവിടെ പാർക്കിംഗ് ഫീസ് ഒന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വേറെ എൻട്രി ഫീസ് ഒന്നുമില്ല. പാർക്കിങ്ങിന് ഒരു 5 പൗണ്ട് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പുകളാണ് ഈ ഡോവ്ഡെയിലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ ഒരു റിവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കിടക്കാൻ വേണ്ടി ഈ റിവറിന് നടുക്കൂടെ കുറേ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ആ കല്ലുകൾക്കാണ് ഇവിടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്താ ഇത്ര വലിയ അട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭവം ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന ഈ കല്ലുകൾ ഇരിക്കുന്നത് 2 മലകൾക്കിടയിൽ കൂടെ ഒഴുകുന്ന ഒരു റിവറിന് ക്രോസ് ചെയ്തുകൊണ്ടാണ്. പച്ചപ്പ് പുതച്ച് നിൽക്കുന്ന ആ മലഞ്ചെരുവുകൾക്കിടയിൽ കൂടെ ആ ഒഴുകി വരുന്ന റിവറിന് ക്രോസ് ആയിട്ടാണ് ഈ കല്ലുകൾ കിടക്കുന്നത്. അപ്പം ഇവിടെ ആ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അത് എസ്പെഷ്യലി നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരാളുടെ ജാക്കറ്റ് വെള്ളത്തിൽ പോയി. പിന്നെ അത് ഞങ്ങൾ കമ്പും കോലും ഇട്ട് സാഹസികമായിട്ട് അത് ഞങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈ ഡോവ്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്തൂടെ കാണുന്ന ആ ഒരു മലകൾക്കിടയിൽ കൂടെ നദി ഒഴുകുന്ന ആ ഒരു കാഴ്ച. ഇതുകൊണ്ടോ ആ അങ്ങ് താഴെ കാണുന്ന ആ ഒരു കല്ലുകളാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോർക്കും ഈ ഒരു കല്ല് കാണാൻ വേണ്ടി മാത്രമാണോ ഈ വലിയ കാർ പാർക്ക് നിറച്ച് വണ്ടിയൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. സംഭവം അത് മാത്രമല്ല കേട്ടോ, നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഇവിടെ കല്ല് കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നത്. ബാക്കി വരുന്ന മജോറിറ്റി ആൾക്കാരും ഈ മലകൾ ഹൈക്ക് ചെയ്ത് കയറാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത്. ഹൈക്കിങ്ങിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സുമായിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്കതിനുള്ള ഒരു ആംബിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ച് നേരെ ഇല്ലാത്തതുകൊണ്ടോ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കയറിയാനേ. അപ്പം നമ്മൾ നേരെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഒക്കെ കണ്ടു, അവിടെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയായ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ഇതുകൊണ്ടല്ലോ ഈ വരുന്ന വഴി മര്യാദയ്ക്കുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ റിട്ടേൺ തിരിച്ചു പോയ വഴി. ഇത് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ ആ ഇടവഴി കൂടെയൊക്കെ നടന്നു പോയത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ വിന്നറ്റ് പാസിൽ കൂടെ കയറിയാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നമ്മളിത് വിന്നറ്റ് പാസിൽ എത്തിയിട്ടുണ്ട്. വിന്നറ്റ് പാസിൽ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇച്ചിരി മൂടലൊക്കെ ഉണ്ട്. പക്ഷേ ദൈവാനുഗ്രഹിച്ച് ഞങ്ങൾ ഇവിടെ വന്നപ്പം മഴയൊക്കെ മാറി. അപ്പം വന്ന വഴിക്ക് എല്ലാവരും വണ്ടിക്കകത്തിരുന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ എനിക്ക് ഏറ്റവും ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു വിന്നറ്റ് പാസ്സാണ്. സംഭവം ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രൈവ് ആണെങ്കിലും കംപ്ലീറ്റ് പച്ചപ്പ് പുതച്ച് നിൽക്കുന്ന 2 മലഞ്ചെരുവുകൾക്കിടയിൽ കൂടെ വളരെ നാനോ ആയിട്ടുള്ള ഒരു റോഡാണ്. ആ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പം ഒരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് ഈ വഴി കൂടെ ഹെവി ആയിട്ടുള്ള വണ്ടികളോ അല്ലെങ്കിൽ കോച്ചോ ബസ്സുകളോ ഒന്നും വിടത്തില്ല. കാറുകളും കാര്യങ്ങളും മാത്രമേ ഇതിലേക്ക് കടത്തി വിടുകയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു വഴിയാണ്. നമുക്ക് ആ ഒരു വഴി എന്നാ പറയുന്നത്, അത് വീഡിയോയിൽ ഫോട്ടോയിലും ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. സത്യം പറഞ്ഞാൽ അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു കറക്റ്റ് വിഷ്വൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് അതിലേക്കൂടെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക്. എനിവേ, വിന്നറ്റ് പാസിൽ ഇതിനു മുമ്പ് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ആദ്യമായിട്ടായിരുന്നു വിന്നറ്റ് പാസിലേക്ക് വരുന്നത്. അപ്പം അവർക്കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും വന്നത്. ഇതുവരെയും വിന്നറ്റ് പാസിലോട്ട് വന്നിട്ടില്ലാത്തവർക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ എൻഡിങ് പോയിന്റിൽ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് മൈനിങ് കാണാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. 100ഓളം സ്റ്റെപ്പുകൾ ഇറങ്ങി 660 അടിയോളം ഫീറ്റ് മണ്ണിനടിയിലേക്ക് നമ്മൾ പോയി അതിലേക്കൂടെ നമ്മളെ ബോട്ടയിൽ കിലോമീറ്ററുകൾ മണ്ണിനടിയിൽ കൂടെ നമ്മളെ കാണിക്കും. അതും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിന് മുമ്പ് പലതവണ വന്നിട്ടുള്ളതുകൊണ്ടും ഞങ്ങൾക്കിനി ഇവിടുന്ന് വണ്ടി ഓടിച്ചങ്ങ് ലേക്ക് ഡിസ്ട്രിക്റ്റ് വരെ ചെല്ലാനുള്ളത് കൊണ്ടും ഞങ്ങളാരും അതിനായിട്ട് ട്രൈ ചെയ്തില്ല. പക്ഷേ ഞങ്ങൾ ഇടം വലം നോക്കിയില്ല. പതുക്കെ ഈ വിന്നറ്റ് പാസിൻ്റെ ഏതെങ്കിലും ഒരു മലയെങ്കിലും മേളിൽ കയറി മേളിൽ നിന്നുള്ളൊരു വ്യൂ കാണണം.
കുറേ ഫോട്ടോ എടുക്കണം. അപ്പം ഇടം വല്ലം നോക്കിയില്ല, പതുക്കെ എല്ലാവരും കയറാൻ തുടങ്ങി. അത്യാവശ്യം നല്ല തെന്നലുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ തെന്നി അവിടെ ഇവിടെയൊക്കെ വീണ് പതുക്കെ തിരുമ്മിക്കൊണ്ട് വീണ്ടും നടന്ന് ഞങ്ങൾ മേളിൽ ചെന്ന് ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. എന്ത് പറഞ്ഞാലും ഈ വിനറ്റ് പാസിൽ വരുവാണെങ്കിൽ പറ്റുന്നവരൊക്കെ ഈ ചെറിയ മലയെങ്കിലും ഒന്ന് കയറി മേളിൽ നിന്നൊരു ആ വിഷ്വൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഏറ്റവും ടോപ്പിലെ മലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല, അത്ര കിടിലനാണ്. അങ്ങനെ വിനറ്റ് പാസിൽ നിന്ന് ഞങ്ങൾ വീണ്ടും പോയത് പ്രസ്റ്റണിലേക്കാണ്. പ്രസ്റ്റണിൽ നമ്മുടെ 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ ഒത്തിരി നാളായിട്ട് കണ്ടിട്ട് അരുണും മനുവും അവരെയൊക്കെ കണ്ടു വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവരുടെ സജഷനിലാണ് ഞങ്ങൾ നേരെ അവിടെ ഒരു ജോയ് ചേട്ടൻ്റെ കടയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ജോയ് ചേട്ടൻ്റെ ജോയ്സ് കിച്ചണിലേക്ക് ഞങ്ങൾ നേരെ പോയി. അപ്പം നമ്മളൊരു പഴംപൊരിയും ഏത്തക്കാപ്പോളിയൊക്കെ ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിക്കാൻ വേണ്ടി ചെന്നതായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് കഥ മാറി. ഈ ജോയ്സ് കിച്ചൺ എന്ന് പറയുന്ന സംഭവം ഒരു ടേക്ക് അവേ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞാൻ UK കണ്ടിട്ടുള്ളത് വെച്ച് അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പ് റേറ്റ് ആയിരുന്നു. അപ്പോൾ ചീപ്പ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധനം കുറവും അല്ലെങ്കിൽ കൊള്ളത്തില്ലാത്ത സാധനമോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒത്തിരി കുറവോ ഒക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഒരു പരിചയമില്ലാത്ത ഞങ്ങൾ അവിടെ ചെന്നത്, അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും തന്നെ അവിടെ ചെല്ലുന്നത്. പക്ഷേ അവരുടെ ഇടപെടൽ ഭയങ്കരമായിരുന്നു. നല്ലതായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എസ്പെഷ്യലി ഞങ്ങൾ അവിടുന്ന് കഴിച്ച ഉഴുന്ന വടയും ചമ്മന്തി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ചമ്മന്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് കുറേ ഫുഡൊക്കെ ഞങ്ങൾ പാഴ്സലൊക്കെ എടുത്ത് അവിടുന്ന് നേരെ ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് അടുക്കാറായപ്പോൾ കംപ്ലീറ്റ് രാത്രിയായി. കുറേ മലകളുടെ മേളിൽ കൂടെയും അതുപോലെ ഹെയർ പിൻ വളവുകളും ഒക്കെ നിറഞ്ഞായിരുന്നു ഞങ്ങളുടെ അക്കോമഡേഷനിലേക്കുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷേ വലിയ തണുപ്പോ അത്യാവശ്യം മഞ്ഞോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റി. ആകെ തടസ്സമായിട്ട് കുറേ ചെമ്മരിയാടുകൾ പല സ്ഥലത്തും വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് അവയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പതുക്കെ അവർ മാറുന്നതനുസരിച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ നമ്മൾ കംപ്ലീറ്റ് റോഡ് യാത്ര ഹാപ്പിയായിരുന്നു. പിന്നെ ഈ ചെമ്മരിയാടൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഇതിനെയൊക്കെ കാണുക എന്നുള്ളത്. ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്ന വഴിക്ക് തന്നെ പിള്ളേരെല്ലാം ഉറങ്ങിയോണ്ടും സാധനങ്ങളൊക്കെ ആയി ഞങ്ങൾ നേരെ വീടിനകത്തോട്ട് ഇട്ടുകൊണ്ടും വീടിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അത് ഞാൻ പോകാൻ നേരത്ത് എടുത്തോളാം. പിന്നെ ഇടംവലം നോക്കിയില്ല. ഞങ്ങളെല്ലാവരും നേരെ ഗാർഡനിലുള്ള ജക്കൂസിലേക്ക് എടുത്ത് ചാടി. അന്നത്തെ രാത്രി കംപ്ലീറ്റ് ജക്കൂസിക്കകത്തായിരുന്നു. കുറേ പേര് പിള്ളേരൊക്കെ അലമ്പായതുകൊണ്ട് പിള്ളേരോടെ കിടന്നുറങ്ങി. ബാക്കി ഉറങ്ങാത്ത ഞങ്ങളുടെ ആ ഒരു രാത്രി കംപ്ലീറ്റ് ജക്കൂസിക്കകത്തായിരുന്നു. 6 ബെഡ്റൂമുള്ള ഒരു വീടായിരുന്നു ഞങ്ങൾ ഈ താമസിക്കാൻ വേണ്ടി എടുത്തിരുന്നത്. അടിപൊളി അക്കോമഡേഷൻ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ കംപ്ലീറ്റ് ബാഗുകളൊക്കെ ഇട്ട് വെച്ച് മെസ്സാക്കിക്കൊണ്ട് ഞാനതിൻ്റെ വീഡിയോ ഇപ്പോൾ എടുക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ അവസാനം വീട് തിരിച്ചു കൊടുക്കാൻ നേരത്ത് ഞാനതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ അടുത്ത പാർട്ടിൽ കാണാം. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.